ഇന്ന് കുറച്ച് പുതിയ പഴയ കഥകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. ഒരു മിനിറ്റ്, അത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടി നിങ്ങളുടെ കമൻസിലൂടെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ ഗൗതമിൻ്റെ മുടിയാണെന്ന് നിങ്ങൾക്കറിയാം, എന്തോരം വളർന്നു ഇപ്പോൾ. അപ്പോൾ എന്തോരം പഴയ വീഡിയോ ആണിത്. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ 6 മണിക്ക് ട്രെയിനിൽ കയറി. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നുകൊണ്ട് അന്ന് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കൊല്ലം എത്തി. കൊല്ലത്തു നിന്നൊരു ഓട്ടോ കയറി ഞങ്ങൾ പയ്യെ വീട്ടിലോട്ട് പോകുക കേട്ടോ. വീട്ടിൽ ചെന്നപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. അതിൽ മെയിൻ ആളായി നടന്നു വരുന്നത്. ഇവന് കുറേ നാൾക്ക് മുന്നേ എന്നെ കണ്ട ഒരു ഫീലാണ്. ആ എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം. ഒരാളല്ല, ഒരാളും കൂടെ ഉണ്ട്. ഒരാൾ ഇവിടെ ഫുഡ് അടിയിൽ ബിസിയായിരുന്നു ഞാൻ ചെന്നപ്പോൾ. പിന്നെ 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നെ കുറച്ചൊന്നും മണത്തൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി, ആ എത്തിയിട്ടുണ്ടാ. പിന്നെ അവരുടെ രണ്ടുപേരുടെയും സ്നേഹപ്രകടനങ്ങളായിരുന്നു അവിടെ. കല്യാണത്തിന് മുന്നേ ഇവരുടെ കൂടെ ആയിരുന്നല്ലോ ഞാൻ. അപ്പം അതിൻ്റെ ഒരു സ്നേഹം അവർക്ക് ഇല്ലാതിരിക്കില്ല. ഞാൻ ശരിക്കും കല്യാണം കഴിഞ്ഞിട്ട് മിസ് ചെയ്തത് എൻ്റെ വീട്ടുകാരെ ഒന്നുമല്ല, ഇവരെ രണ്ടുപേരെ എനിക്ക് എന്നും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു എനിക്ക്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി കൊല്ലത്തുന്നത് വരെ എൻ്റെ മനസ്സിൽ ഫുൾ ഇവരെന്നെ കാണുമ്പോൾ ദൈവമേ സന്തോഷമായിരിക്കണേ, അവർക്ക് എന്നെ കാണുമ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. എന്തല്ലേ ഒരു ചേച്ചിയുടെ അവസ്ഥ. ബൈ ദ വേ, ഞാനാണ് അവരുടെ മൂത്ത ചേച്ചി. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ലേ. സീരിയസ്ലി ഐ ഫീൽ ബ്ലെസ്ഡ് ഫോർ ഹാവിങ് ദം ഇൻ മൈ ലൈഫ്.